എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നമ്മുടെ ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന സ്വഭാവം ബാധിച്ചത്? കാരണം നമ്മൾ പ്രത്യേകിച്ച് ഷിബു എന്ന് പറയുന്ന ഞാൻ ഒരു നാടക നടനെ പോലെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വസ്ത്രധാരണം തന്നെ, പ്രത്യേകിച്ച് വെള്ളയുള്ള വസ്ത്രവും ഷർട്ടുകൾ, മിക്കവാറും വെള്ള കളറുകളുള്ള ഷർട്ടുകൾ ഇടുക, ബ്ലാക്ക് പാൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ജീൻസൊക്കെ ആയിരുന്നു കൂടുതലിഷ്ടം. അങ്ങനെ ഇട്ട് കയ്യിൽ എല്ലാ വിരലിലും മോതിരം, പിന്നെ ചെയിന്, മാല, അങ്ങനെയൊക്കെ ഇട്ട് ഈ തമിഴ് സിനിമയിൽ നടന്മാരൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു ഇത് കാണിച്ചിട്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ആ നടപ്പിൽ ഞാൻ പുറമേ വളരെ എല്ലാവരോടും വളരെ സ്നേഹവും കരുണയൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു നടനായിരുന്നു. ഞാനൊരു വർക്ക് ഹോളിക്കുമായിരുന്നു. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ച്, ഞാൻ എൻ്റെ ഷെയറിങ്ങിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ വെച്ച് ഓരോ ജോലികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നത് ഒക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെന്നെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നോട് കൃത്യമായിട്ട് പെരുമാറണമെന്നുള്ള ഒരുപാട് ഡിമാൻഡുകൾ വെച്ച് നിന്ന ഒരാളായിരുന്നു ഞാൻ. എന്തെങ്കിലും തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. മറ്റുള്ളവരാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പാർട്ട്നേഴ്സാണ് കുറ്റക്കാർ, എൻ്റെ വീട്ടിലെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വൈഫാണ് കുറ്റക്കാർ, അല്ല അമ്മയാണ് കുറ്റക്കാർ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു മനോഭാവമായിരുന്നു ഞാൻ കാട്ടിയിരുന്നത്. ഒരു ദേശീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഇൻഡിഗ്നൻറ്റ് സെൽഫ് പിറ്റിയിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ സ്വയം സഹതാപത്തിലും കോപിഷ്ഠനായ ധാർമ്മിക രോഷമുള്ള ഒരാളായിട്ട് ഞാനൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നു. എന്താണ് എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ബുക്കിൽ പറയുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ കുറയ്ക്കണമെന്ന്. അപ്പോൾ അത് മെമ്പറായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, അതെനിക്ക് പലപ്പോഴും ഗുണമായിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ എന്നെ ഇങ്ങനെ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുന്നതാണ് എനിക്ക് കൂടുതൽ നന്നാവുക. ഇപ്പോൾ എൻ്റെ ഒരു സെൽഫ് സീക്കിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ സെൽഫ് സീക്കറായിട്ടുള്ള സ്വയം സ്വാർത്ഥപരമായ ഒരു ചിന്താഗതിയുള്ള എന്നിൽ നിന്ന് അത് പഴയ ഷുബുവിൽ നിന്ന് പുതിയ ഷുബുവിലേക്കുള്ളൊരു യാത്രയ്ക്കായിട്ടാണ് ഈ അൺമാനേജബിലിറ്റിയെക്കുറിച്ച്, സ്വാർത്ഥതയെക്കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്നിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താലേ ശരിയാകുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഞാൻ ഓർക്കുന്നത്, എൻ്റെ വീട്ടിലൊരു മൊബൈൽ ഫോൺ മേടിച്ചപ്പോൾ ഞാൻ ആ ഫോൺ അവർ മേടിച്ചതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ സങ്കടപ്പെടുകയും, ഞാൻ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയാതെ ഫോൺ മേടിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്കും സ്വാർത്ഥൻ. അതായത് ഒരു മനുഷ്യനും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് അതെൻ്റെ വീട്ടിലെ കാര്യമാണ്, അത് എൻ്റെ വൈഫ് മേടിച്ചല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരിമാർ 2 പേര് ഫോൺ മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനത് വല്ലാതെ പ്രശ്നമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. കാരണം അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അവരിപ്പോൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ വിളിച്ചാൽ അവരെ സംസാരിക്കണം, അത്രയുള്ള ഒരാവശ്യം മാത്രമേ നമ്മൾ പെരുമാറുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വല്ലാതെ ഇടിച്ചു കയറുന്ന ബുക്കിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറുന്ന കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഒരാളായിട്ട് ഞാൻ തീർന്നിരുന്നു. അപ്പോൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരും ഈ തരത്തിൽ പെരുമാറണമെന്നുള്ള ഒരാഗ്രഹം, അതിനാണ് അവിടെ ഒരു വാക്ക് പറയുന്നത്, സ്വന്തം മറ്റ് സഹനടന്മാരും ഈ രീതിയിൽ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാടക നടനെ പോലെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും എനിക്ക് സംതൃപ്തി കിട്ടിയിരുന്നില്ല. ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ വൈഫൊക്കെ മിക്കവാറും മുൻകൂട്ടി പറയുകയൊക്കെ ചെയ്യും, അവിടെ പോയി കുടിക്കരുത്, എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമെങ്കിലും
നമ്മളവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ രംഗം ഏറ്റെടുക്കും. ഇപ്പോൾ ഫുഡൊക്കെ വിളമ്പുകയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി ഫുഡ് വിളമ്പുന്നു, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരു ഓവറായിട്ട് അവിടെ ഒരു പ്രദർശന പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്, എൻ്റെ കൂടെ നഴ്സിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ അയാൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ, കൊച്ചിയിലൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇതറിഞ്ഞ ഉടനെ തന്നെ കാറും എടുത്ത് ഞാൻ 2-3 കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടെ മുതലേ കുടിയാണ്. നാട്ടിലേക്ക് കാലടി ഭാഗത്താണ് അവൻ്റെ വീട്, വല്ലത്താണ് അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വല്ലം വരെ എത്തുന്നതിന് മുമ്പ് ഒരു ഇന്ന ബാറിൽ കയറി കുടിച്ച് അവൻ്റെ ശവടക്കിൻ്റെ ഏകദേശം 3 മണി 4 മണി വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ ചെല്ലുന്ന വഴി തന്നെ ഞാൻ അലമുറയിട്ട് കരയുകയാണ്. കാരണം ഈ തലേ ദിവസം മരിച്ച ആ കൊച്ചിൻ്റെ അമ്മയും അപ്പനും ഒക്കെ ഏകദേശം കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ആ സാഹചര്യത്തോട് യോജിച്ചിരുന്നു. പക്ഷേ ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ വളരെ അലറി വിളിച്ച് അവിടെ ചെന്ന് അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയും, അപ്പോൾ എൻ്റെ ചെവിയിൽ അതിന്നും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ആൾ വന്നിട്ട് നാടകം കളിക്കാം പിന്നെ ആവട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക്. നാടകം കളിക്കാം പിന്നെ ആവട്ടെ, അത് തന്നെയാണ് ഞാൻ, ഒരു നാടക നടൻ. സത്യത്തിൽ അയാൾ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. കാരണം പിന്നീടുള്ള ഒരുപാട് ശവടക്കുകൾ ഞാൻ എയിൽ വന്നതിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്കത് അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ കൃത്യമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനും അവരോടുള്ള ദുഃഖം രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മദ്യമുള്ള ഭാഗത്തേക്ക് ഓടി പാഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്, പിന്നീട് ഞാൻ പല പരിപാടികൾക്കും പോയിട്ടുണ്ട്. പക്ഷേ മദ്യമുള്ള ഭാഗത്തേക്ക് പോകാതെ കൃത്യമായിട്ട് അവിടെ ഇപ്പോൾ വിളമ്പണമെങ്കിലൊക്കെ നമ്മൾ വിളമ്പുകയൊക്കെ ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്ത് പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് സെൻറ്റേർഡായിട്ടുള്ള എൻ്റെ മാത്രം കാര്യം അന്വേഷിക്കുന്ന ഒരു നാടക നടനെ പോലെയായിരുന്നു ഞാൻ.